പീക്ക് ടൈം ആയതുകൊണ്ടായിരിക്കും ഊബർ കിട്ടുന്നില്ല. അനില മൊബൈലിൽ നോക്കിക്കൊണ്ട് രാഖിയോട് പറഞ്ഞു. ചേച്ചി ഊബർ ഓട്ടോ നോക്കിയേ, ചിലപ്പോൾ കിട്ടും. സൂക്ഷിച്ച് ഓടിക്കാൻ പറഞ്ഞാൽ മതി. 2-3 ദിവസത്തിൽ ഇന്നൊരു ദിവസം ഓട്ടോയിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നേ, ഈ ചൂട് സമയത്ത് എങ്ങനെ ഓട്ടോയിൽ പോകും? അനില അല്പം മടിയോടെ ഓട്ടോ കിട്ടുമോ എന്ന് അപ്പോൾ നോക്കി. ഓട്ടോ കിട്ടുമോ എന്ന് ആപ്പിൽ നോക്കി. ഹോ, കിട്ടി ഒരെണ്ണം. 9 മിനിറ്റ് എടുക്കും. ഇവരൊക്കെ തോന്നുമ്പോൾ ക്യാൻസലും ചെയ്യും. വേഗം പോണമായിരുന്നു. എന്ത് ചെയ്യുമോ എന്തോ. ഇനി ധൃതി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുമ്പോൾ വരട്ടെ, എത്തുമ്പോൾ എത്തും. അങ്ങനെയൊക്കെ പറഞ്ഞാലും വലിയ തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോയിൻമെൻറ്റ് തെറ്റിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നടക്കുന്ന ഒരു മരമാണ് ശരീരം. ചിലപ്പോൾ പൂത്ത് നിറയും, മറ്റു ചിലപ്പോൾ ഉണങ്ങി വരളും. ഇലകൾ നാമ്പിടും, പച്ചിക്കും, പഴുക്കും, കൊഴിയും. അതുപോലെ ശരീരവും ജീവിതവും. അനില ഒന്നുകൂടി ഫയൽ പരിശോധിച്ചു. എല്ലാം ഭദ്രം. ഓട്ടോയ്ക്ക് അല്പം സ്പീഡ് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ അല്പമല്ല, ചുമ്മാതല്ല. ഓട്ടോക്കാരൻ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ടാഞ്ഞിരുന്ന് ഗൗരവത്തിൽ പറഞ്ഞു. ഒരല്പം പതുക്കെ പോകൂ കേട്ടോ. അയാൾ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു. ചേച്ചിക്ക് പേടിയായോ? ഒന്നും പറഞ്ഞില്ല. ഇടത് കണ്ണിൻ്റെ അടിയിൽ മറുകുള്ള മെലിഞ്ഞ് പൊക്കം തോന്നുന്ന കോലൻ മുടിയുള്ള ഒരു പയ്യൻ. ചെറിയൊരു കൊങ്കണ്ണുണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ നിർത്തിയ ഓട്ടോയുടെ ഉള്ളിലേക്ക് ഒരു ചെറു കാറ്റ് വീശി. ഇലകളാകെ ഒന്ന് പതിയെ ഇളകി. ഇനി ഇയാളോട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അവിടെ എത്താൻ അത്ര കൂടി താമസിക്കും. ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് 12 മണിക്കാണ്. സമയത്ത് അവിടെ എത്തുമോ ആവോ. ഡോക്ടർ ആവശ്യപ്പെട്ട ടെസ്റ്റുകൾ ചെയ്ത് റിസൾട്ട് കയ്യിലെടുത്തിട്ടുണ്ട്. 2 ഫയലും ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബ്രേക്ക് ഇടുമ്പോഴൊക്കെ ഓട്ടോ ആകെ കുലുങ്ങി. എത്രയോ നാളായി ഓട്ടോയിൽ കയറിയിട്ട്. ഇന്ന് ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ്. പ്രസാദ് 3 ദിവസത്തേക്ക് സ്ഥലത്തില്ല. ആള് സ്ഥലത്തില്ലെങ്കിൽ പിന്നെ കഷ്ടകാലമാണ്. താളം തെറ്റും. പുറത്തോട്ടൊന്ന് ഇറങ്ങണമെങ്കിൽ ഊബർ തന്നെ ശരണം. എത്ര ശ്രമിച്ചിട്ടും ഡ്രൈവിംഗ് പഠിച്ചെടുക്കാത്തത് ആരുടെ കുറ്റം? ഇത്രയും കുടുക്കത്തോടെ ഒന്നും യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. പെട്ടെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് അയാൾ ഓട്ടോ ഒതുക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി ഒരു കാൽ ഓട്ടോയിലോട്ട് കയറ്റി വെച്ച് വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിപ്പിടിച്ച് കുനിഞ്ഞ് എത്തി നോക്കി അയാൾ പറഞ്ഞു, ഒരു 2 മിനിറ്റ് ചേച്ചി, ദേ ഈ കടയിലൊന്ന് കയറിയേച്ച് ഇപ്പോൾ വരാം. അതൊന്നും പറ്റില്ല, എനിക്ക് എളുപ്പം പോകണം, അല്ലെങ്കിലേ ലേറ്റാണ്, അത്യാവശ്യമാണ്. താമസിക്കൂല ചേച്ചി, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞാൻ എത്തും. ഈ കടയിൽ നിന്ന് ഒരു കാര്യം വാങ്ങണം, അതാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വണ്ടിയിൽ പോയേനെ. ദേഷ്യം ശബ്ദത്തിൽ കാണിക്കുക തന്നെ ചെയ്തു. ചേച്ചിയുടെ ഈ ഓട്ടം കഴിഞ്ഞ് ഞാൻ ഓട്ടം നിർത്തി വീട്ടിലോട്ട് പോകുക. അതിനു മുന്നേ ഇവിടുന്ന് ഒരു കാര്യം വാങ്ങിച്ചേ പറ്റൂ, അതാ. ഒട്ടും ഇഷ്ടമായില്ല അയാളുടെ ഈ പറച്ചിലുകൾ. പക്ഷെ എന്ത് ചെയ്യാനാണ്, പെട്ടുപോയില്ലേ. കൊമ്പുകൾ തമ്മിൽ ഉരയുന്നു, ഒരൊറ്റ തടി. പക്ഷെ ശിഖരങ്ങൾ വേറെയല്ലേ. കാറ്റ് ആഞ്ഞു വീശി ആക്രമാസക്തമാകുന്ന കൊമ്പുകൾ. വേരുകൾക്കകത്ത് ജലം പിടഞ്ഞു, മണ്ണൊന്നിളകി. കടയിലോട്ട് കയറിപ്പോയ അയാളെ ദേഷ്യത്തോടെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. ഇത്രയ്ക്ക് എന്താണാവോ വലിയ ഒരു അത്യാവശ്യം. തിരിച്ചു വന്നപ്പോൾ കയ്യിലതാ ഒരു കളിത്തോക്കും ഒരു കിലുക്കാമ്പെട്ടിയും. ദേഷ്യപ്പെടാതിരിക്കുന്നത് എങ്ങനെ? ഇതാണോ ഇത്ര വലിയ അത്യാവശ്യം? ഏറ്റവും വലിയ അത്യാവശ്യം ഇതാണ് ചേച്ചി. ഇത് ഇന്ന് കൊണ്ടു ചെന്നില്ലെങ്കിൽ എൻ്റെ മോൻ എന്നെ ശരിയാക്കി കളയും, അതാ. ഇലനാമ്പിൻ്റെ തുമ്പിൽ ഈർപ്പം പൊടിഞ്ഞു, പിന്നെ ഉൾവലിഞ്ഞു. എന്നാൽ പിന്നെ ഓട്ടമെടുത്തത് എന്തിനാ? ഞാൻ വേറെ വണ്ടിയിൽ പോയേനെ.
ജീവിക്കണ്ടേ ചേച്ചി? അത് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും തിരിഞ്ഞു നോക്കി. ചേച്ചിയെ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിക്കും, ടെൻഷൻ വേണ്ടെന്നേ. ഓട്ടോയുടെ മുന്നിലെ ഗ്ലാസ്സിന് താഴെ തൊട്ടിരുന്ന് കിലുക്കാമ്പെട്ടിയും കളിത്തോക്കും ശരീരം കുലുക്കി ചിരിക്കുന്നു. കുഞ്ഞിന് എത്ര വയസ്സായി? 2 വയസ്സിപ്പോൾ കഴിഞ്ഞു. കൊച്ചൻ ഓരോന്നൊക്കെ ചോദിക്കും. കൊണ്ടു ചെന്നില്ലേൽ ദേഷ്യ. 2 വയസ്സുള്ള കുഞ്ഞിനാണോ തോക്ക് കൊടുക്കാൻ പോകുന്നത്? ഇതൊരു കളിത്തോക്കല്ലേ ചേച്ചി, ഇതുകൊണ്ട് ആര് വെടിവെക്കാനാ? വെടിവെച്ച ആർക്ക് കൊള്ളാനാ? ആര് ചാവാനാ? പിള്ളേർക്കൊരു രസം, പിന്നല്ലാണ്ട്. വീണ്ടും അയാളുടെ ചിരി. ഓട്ടോയുടെ കുടുക്കത്തിൽ ഊർന്ന് താഴെ വീഴാൻ പോയ ഫയൽ മുറുകെ പിടിച്ച് ചാഞ്ഞിരുന്നു. ഓട്ടോക്കാരനോട് പിന്നെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തു പറയാൻ? ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എത്തി നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ചേച്ചി കളിത്തോക്കിൻ്റെ കൂടെ കണ്ട കിലുക്കാമ്പെട്ടിയെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അതോ അത് കണ്ടില്ലേ? തിരിഞ്ഞു നോക്കി അയാളുടെ ചിരി. ഞാൻ എന്തിനു ചോദിക്കണം? നിങ്ങൾ മിണ്ടാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്ക്. അത് അയാൾ കേട്ട ഭാവം വെച്ചില്ല. അല്ല ചേച്ചി, പിള്ളേർക്ക് തോക്കും കിലുക്കാമ്പെട്ടിയുമൊക്കെ ഒരുപോലെ തന്നെ, ഒരേ കൗതുകം. പിന്നെ വലുതാവുമ്പോഴാണല്ലോ എല്ലാത്തിനും മാറ്റം. ഓട്ടോ ആശുപത്രിയുടെ മുന്നിലെത്തി. ചേച്ചി, ഓട്ടോ ചാർജ് ക്യാഷായി കിട്ടുമോ? പൈസ കൊടുത്തു. ഒരു കാര്യം കൂടെ ഏട്ടാ, എവിടെ പോണേലും ചേച്ചി എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോകാം. ചേച്ചിയുടെ വീടിനടുത്താണ് എൻ്റെ വീടും. ഊബറൊന്നും നോക്കണ്ട, ആ പൈസ ഇങ്ങോട്ട് തന്നാൽ മതി. ഓട്ടോയിൽ കയറാറില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞില്ല. ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. എൻ്റെ നമ്പർ വേണ്ടേ അപ്പോൾ? അല്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിക്കും? അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. വർത്തമാനം പറഞ്ഞു നിൽക്കാൻ ഒട്ടും സമയമില്ല. പെട്ടെന്ന് ഒരു കാർഡിൻ്റെ പുറകിൽ നമ്പർ എഴുതി അവൻ ഓടി വന്ന് കയ്യിൽ തന്നു. വിളിക്കണേ ചേച്ചി, നേരത്തെ പറഞ്ഞാൽ കൃത്യം സമയത്ത് ഞാൻ വീട്ടിന് മുമ്പിലുണ്ടാകും. 3 ദിവസം അടുപ്പിച്ച് ഡോക്ടറെ കാണണം. 3 ദിവസവും ചില ടെസ്റ്റുകൾ ചെയ്ത് റിസൾട്ട് കാണിക്കണം. 2 ദിവസം കൂടി ഈ പയ്യനെ തന്നെ വിളിച്ചാലോ? ഓട്ടോ വേണ്ട, കാർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. മരത്തിൻ്റെ തായ്തടിയിൽ ഒരു ചുമപ്പ് വീണിട്ടുണ്ട്. മഴയിൽ കലങ്ങിയ ചോരയോ മരനീരോ? തന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്തു. കാറുണ്ട്, ഡ്രൈവറായി 2 ദിവസത്തേക്ക് വരാമോ? പിന്നെന്താ, ഞാൻ റെഡി. ഒരു നിമിഷം കൊണ്ട് മരമാകെ പൂക്കൾ നിറഞ്ഞു. ഇലകൾ കാണാനാകാത്ത വിധം പൂക്കൾ. അയ്യോ, എന്ത് വിഡ്ഢിതമാണിത്! ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് കാർ കൊടുക്കാമോ? ആരാ? എന്താ? കിലുക്കാമ്പെട്ടിയും കളിത്തോക്കും തല കുലുക്കി കാണിച്ചു. ഒരു പ്രശ്നവുമില്ല. എന്താ ഇയാളുടെ പേര്? സാനി. അതൊരു സ്ത്രീയുടെ പേരല്ലേ? പക്ഷെ ഞാൻ സ്ത്രീയല്ലല്ലോ. അവൻ്റെ പൊട്ടിച്ചിരിക്ക് ഒരു ഭംഗിയുണ്ട്, ഒരു ഓമനത്വം. കൂടുതൽ അറിയണമല്ലോ. ഭാര്യ എന്ത് ചെയ്യുന്നു? എൻ്റേതൊരു വലിയ കഥയാണ് ചേച്ചി. പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞോ, കേൾക്കാം. ഭാര്യയ്ക്ക് നേരത്തെ ഒരു കടയിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പം ജോലിയില്ല, കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്നു. ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ? നോ വേ. ഇതിൽ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ വീട്ടിലിരിക്കേണ്ടി വരും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആക്കാനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഇതെന്താ? മരുത്വ പഞ്ചജീരക ഗുണം. ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു, അതും ചുരുങ്ങിയ കാലം കൊണ്ട്. പരിശുദ്ധമായ പശുവിൻ പാലിനും നെയ്ക്കുമൊപ്പം ശുദ്ധീകരിച്ച ചിത്രകവും ചേർത്ത് നിർമ്മിച്ച മരുത്വ പഞ്ചജീരക ഗുണം. സ്ത്രീകളുടെ ആത്മവിശ്വാസം. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഇവളെ അത്ര ഇഷ്ടമൊന്നുമല്ല. അതെന്താ? ഈ കുഞ്ഞ് അവളുടെ വേറെ കല്യാണത്തിലെ കുഞ്ഞാ. ഒരു നിമിഷം ഒന്നും പറയാനായില്ല. മരത്തിലെ പഴകിയ പൂക്കളും ഇലകളും ഒരുമിച്ചങ്ങ് കൊഴിഞ്ഞു വീണു. മരത്തിന് തൻ്റെ ഭാഗം അടർന്നു പോയതിൽ സങ്കടം തോന്നി. നിറഞ്ഞു നിൽക്കുന്ന പച്ച ഇലകളും പുതുതായി വിടർന്ന പൂക്കളും കൊണ്ട് ക്ഷീണം കുടഞ്ഞു കളഞ്ഞ് യൗവനം നിറച്ച മരം സങ്കടം മറന്ന് ആത്മഹർഷത്തിലമർന്നു. സാനിയുടെ കുഞ്ഞാണെന്നാണല്ലോ ഇന്നലെ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞാ. ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ കൂടുതൽ ചോദിച്ചില്ല. ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത്? ചേച്ചി, ഞാനിങ്ങനെ ഓട്ടോയിൽ വെച്ച അവളെ ആദ്യം കണ്ടത്. ഒരു പ്രത്യേക തരക്കാരി. പലതരം മൂഡുകളുണ്ട്. എപ്പോൾ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്. അയാൾ അത്ര ഇഷ്ടപ്പെടാതെയാണ് ഇവളെ കെട്ടിയത്. കെട്ട് കഴിഞ്ഞ് കുറച്ചു കാലം അയാൾ നാട്ടിലുണ്ടായിരുന്നു. അവളങ്ങനെ ഗർഭിണിയായി.
ഒരു സാധാരണ സിനിമാ കഥ പോലെ അയാൾ പറയുന്നത് വെറുതെ കേട്ടിരുന്നു. പക്ഷെ തിരിച്ചു പോകുന്നതിന് മുൻപ് അവളോട് അയാൾ പറഞ്ഞത് നാട്ടിൽ വരുമ്പോൾ കുടുംബക്കാരെ കാണിക്കാൻ മാത്രം ഭാര്യയായിട്ട് കൂടെ നിന്നാൽ മതിയെന്ന. അയാൾക്ക് ജോലി സ്ഥലത്ത് വേറെ കുടുംബമുണ്ടെന്നും പറഞ്ഞു. അവയ്ക്കിവിടെ മറ്റൊരാളുണ്ടായ അയാൾക്കതിലൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞു. മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, അത്ഭുതമൊന്നും തോന്നിയില്ല. ആശ്ചര്യസൂചകമായ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ പറയുന്നതൊക്കെ വെറുതെ കേട്ടിരുന്നതേ ഉള്ളൂ. മരം വേരുകൾ നീട്ടിക്കൊണ്ടിരുന്നു. ജലം തേടിയുള്ള യാത്രയിൽ കല്ലും പാറയും അവളെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിജീവന രഹസ്യം അറിയുന്ന വേരിനു മുന്നിൽ സപ്തസമുദ്രങ്ങളും അനുസരണയോടെ തിരയടക്കി കിടന്നു. വീട്ടുകാരോട് കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞില്ല. അവിടെ ആരും കൂടെ നിൽക്കത്തുമില്ല. അവളെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നു. ആ സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അവളുടെ കഥയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ആദ്യം കാണുമ്പോൾ കൊച്ചിന് 2 മാസം പ്രായമേ ഉള്ളൂ. അവളെ പോകേണ്ടിടത്തൊക്കെ ഓട്ടോയിൽ പിന്നെ ഞാനാണ് കൊണ്ടുപോയത്. എന്താവശ്യത്തിനും അവൾ എന്നെയാണ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടായി. അവളുടെ കൂടെ നെഞ്ചിലെപ്പോഴും ആ കൊച്ചുമുണ്ടാകും. അങ്ങനെ അതിനോടും വലിയ കൂട്ടായി. ആകാശത്തുകൂടി ഒറ്റയ്ക്ക് ഒരു മേഘം യാത്ര ചെയ്യുന്നത് കണ്ടു. എത്ര വലിയ ആകാശം, എത്ര ചെറിയ മേഘം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മരം ചിലപ്പോൾ വലുതായി തോന്നും, ചിലപ്പോൾ ചെറുതായും. ശരീരം മഴമേഘം കൊണ്ട് പൊതിഞ്ഞ പോലെ. ചേച്ചി, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യാന്നായി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്തൊക്കെ പ്രാർത്ഥനയും മരുന്നുമായി എത്ര നാളായി ഓരോരോ ആശുപത്രികളും ആരാധനാലയങ്ങളും കയറി ഇറങ്ങുന്നു. ഓമന കുഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒട്ടും പിടിച്ചില്ല. വഴക്കോട് വഴക്ക്. ഞാൻ ഒറ്റ ഒരുത്തനെ അവർക്കുള്ളൂ. അത് പറഞ്ഞാണ് ബഹളം. അവസാനം അമ്മ തോറ്റു, സമ്മതിച്ചു തന്നു. ഞാൻ അവളെയും കൊച്ചിനെയും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. അപ്പോൾ അവളുടെ വീട്ടുകാർ സമ്മതിച്ചോ? ഉള്ളത് അവളുടെ അമ്മയും ഒരു ചേച്ചിയുമാണ്. അവർക്ക് ഇവള് എങ്ങനെ പോയാലും കുഴപ്പമില്ല. ഭാരം ഒഴിവാക്കാനാണ് കെട്ടിച്ചത് തന്നെ. സാരമില്ല, നിങ്ങൾ നന്നായി ജീവിച്ചാൽ മതി കുഞ്ഞിനെയും കൊണ്ട്. അതത്ര എളുപ്പമൊന്നുമല്ല ചേച്ചി. അവൾ ഡൈവേഴ്സ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. അയാൾ കൊടുത്തിട്ടുമില്ല. അയാൾ വരുമ്പോൾ പറയുന്നിടത്ത് ചെല്ലണം. ഇല്ലേ അയാൾ വലിയ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ പോകുമ്പോൾ അവൾ കൊച്ചിനെയും കൊണ്ടുപോകും. കൊച്ചിനെ കൊണ്ടുപോണേന് ഞാൻ അടിയുണ്ടാക്കും. കൊച്ചിപ്പോൾ എൻ്റേതാണല്ലോ. ദൈവമേ, കഥ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? മരത്തിൻ്റെ അടിയിൽ വളരുന്ന ചെറു ചെടികളിൽ കളയുമുണ്ട്, ഔഷധവുമുണ്ട്. കള പിഴണം. ഇങ്ങനെയൊക്കെ ആണേലും ഞങ്ങൾ തമ്മിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. ഞാൻ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് എത്ര കൊടുത്താലും അവൾക്ക് പോരാ. കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വേറെ നോക്കും. എന്നിട്ടും കൊടുക്കണ കാശ് ഒന്നും മതിയാവൂല. അമ്മയ്ക്ക് കൊടുക്കണ കാശ് പോലും മാറ്റിവെച്ച് അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. എന്നാലും എന്നും വഴക്കും പരാതിയും. 3 പ്രാവശ്യം പിണങ്ങി ഓരോ കൂട്ടുകാരികളുടെ വീട്ടിൽ പോയി നിന്നു. അവർ വിളിച്ചു പറയും. അപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും. ഇയാൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നതെങ്ങനെ? അവൾക്ക് പറയാൻ വേറൊരു കഥയുണ്ടാകും, ഉറപ്പ്. ചിലപ്പോൾ തോന്നും അവളൊരു പാവമാണെന്ന്, ചിലപ്പോൾ ഒരു ഭയങ്കരിയും. ഒരിക്കലും ഞാൻ മോനെ ഒന്ന് വഴക്ക് പറഞ്ഞതിന് അവളെന്നെ ഒരുപാട് ചീത്ത വിളിച്ചു. അത് സാരമില്ല, പക്ഷെ അവൾ പറഞ്ഞത് നിങ്ങളുടെ കൊച്ചൊന്നുമല്ലല്ലോ, കൂടുതൽ നന്നാക്കണ്ട എന്നായിരുന്നു. അതെനിക്ക് വല്ലാതെ ഇവിടെ കൊണ്ടു ചേച്ചി. അയാൾ നെഞ്ചിൽ തൊട്ട് തടവി പറഞ്ഞു. കഷ്ടം, അത് വല്ലാത്ത കഷ്ടമായല്ലോ. മരത്തിൻ്റെ തൊലി അടർന്നുരിയുകയാണ്. ചാരത്തൊലി പോയിടമൊക്കെ ചുവന്ന മാംസം തെളിഞ്ഞു നിന്നു, രക്തം പൊടിച്ചു നിന്നു. കൊച്ചിന് 2 മാസം പ്രായം മുതൽ ഞാനുണ്ട്. അവൾ അങ്ങനെ പറയാവോ? കാർ ആശുപത്രിയിലെത്തി. ബാക്കി കേൾക്കാനുള്ള ആവേശമുണ്ടെങ്കിലും അത് കാണിക്കാതെ, ഒന്നും പറയാതെ ആശുപത്രിക്കകത്തേക്ക് നടന്നു. ഡോക്ടറെ കണ്ടുവന്നപ്പോഴേക്കും ഉത്സാഹത്തോടെ തന്നെ സാനി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വർത്തമാനം പറയാനുള്ള ഉത്സാഹത്തിലാണെന്ന് തോന്നി. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ അസുഖം എന്താണെന്ന് ചോദിച്ചതേയില്ല. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല സാനി. കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. എനിക്ക് ചില ടെസ്റ്റ് ചെയ്യാനും റിസൾട്ട് കാണിക്കാനും മാത്രമാണ് ഇപ്പോൾ വരുന്നത്. പുഴു വന്ന ഇലകൾക്ക് മരുന്നടിച്ചു. ഒരു ഇലയിൽ നിന്നും മറു ഇലയിലേക്ക് ഇഴയുന്ന പുഴുക്കൾ. ചേച്ചി സമാധാനപ്പെട്ടോട്ടാ, ഉടനെ ചേച്ചിക്ക് കൊച്ചിനെ കിട്ടും, ഉറപ്പ്.
അവൻ്റെ നിഷ്കളങ്കതയോട് സ്നേഹം തോന്നി. ചേച്ചിയോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിന് വലിയ സമാധാനം. ചേച്ചിയോട് ഒരു കള്ളം പറഞ്ഞതാ, ഭാര്യ വീട്ടിലുണ്ടെന്ന്. അവളിപ്പോൾ വീട്ടിലില്ല, എന്നെ കളഞ്ഞിട്ട് പോയി, എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ പിന്നെ ഇന്നലെ ആ കിലുക്കവും തോക്കുമൊക്കെ വാങ്ങിച്ചതെന്തിന്? കൊച്ചില്ലല്ലോ വീട്ടിൽ. ഇപ്പം കൊച്ചുണ്ട് ചേച്ചി. എന്നോട് പിണങ്ങിപ്പോയപ്പോൾ അവൾ കൊച്ചിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കി. ഞാനത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നേൽ സമ്മതിക്കത്തില്ലായിരുന്നു. അവൾ സ്വന്തം ജീവിതം എന്തേലും ചെയ്തോട്ടെ, കൊച്ചിനെ കൊണ്ട് കളയാനോ? 4 ഇർക്കിലും പച്ചിലകളും കൊണ്ട് ഒരു ശവമഞ്ചമുണ്ടാക്കി ഒരു മാങ്ങാണ്ടി വെച്ച് മാവിനു ചുറ്റും നടന്നു. കാറ്റേ മാവേ മാമ്പഴം തായോ, അല്ലെങ്കിൽ മാങ്ങാണ്ടി കുഴിച്ചിടുന്ന പോലെ മാവേ നിന്നെയും ഞങ്ങൾ കുഴിച്ചിടും. കാറ്റുവീശി മാമ്പഴം നിറയെ വീണു. മാങ്ങാണ്ടി ആചാരപൂർവ്വം കുഴിവെട്ടി മൂടി. കരച്ചിൽ തൊണ്ടയിൽ തടഞ്ഞു. മാമ്പഴം ഉറിഞ്ചി രസിച്ചു. അനാഥാലയത്തിൽ വെച്ച് ഒരു കൊച്ചിന് പനി വന്നിട്ട് എല്ലാ പിള്ളേർക്കും പനി പടർന്നു. എൻ്റെ കൊച്ചിന് ഭയങ്കര പനിയായിപ്പോയി. ഇൻഫെക്ഷനും കൂടെ വന്നു. നടത്തിപ്പുകാർ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. അവിടെ അനാഥാലയത്തിൽ അച്ഛൻ്റെ പേരിൻ്റെ അവിടെ എൻ്റെ പേരാണ് അവൾ കൊടുത്തിരുന്നത്. ഭാഗ്യം. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് എന്നെയാണ് വിളിച്ചത്. ഞാൻ ഓടിപ്പോയി. അപ്പോഴാണ് കൊച്ചിൻ്റെ അവസ്ഥ അറിഞ്ഞത്. എൻ്റെ വയറ്റിനുള്ളിൽ ഒരു അനക്കം പോലെ. വെറുതെ തോന്നിയതാണോ? പതിയെ വയറ് തടവി. വൈകിട്ട് രാഖിയോട് വിവരങ്ങൾ പറയുമ്പോൾ അവൾ വഴക്ക് പറയും. അറിയാത്തവരോട് സംസാരിക്കുന്ന സ്വഭാവം നല്ലതല്ല എന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് പനി മാറിയപ്പോൾ അനാഥാലയത്തിൽ അറിയിക്കാതെ ഞാൻ കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ അനാഥാലയത്തിലെ ആൾക്കാർ പോയി പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വീട്ടിൽ വന്നു. കാര്യമൊക്കെ സത്യമായി ഞാൻ പറഞ്ഞു. അവർ അവളെയും കണ്ടുപിടിച്ചു. ദൂരെ എവിടെയോ ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കണമെന്ന്. എന്നെയും അവളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൾ പറഞ്ഞു എൻ്റെ കൂടെ കൊച്ചിനെ വിടാൻ സമ്മതമെന്ന്. ഞാൻ കൊച്ചിനെ നോക്കിക്കോട്ടെന്ന്. അവൾക്ക് കൊച്ചിനെ നോക്കാനുള്ള സൗകര്യമില്ല എന്ന്. അപ്പോൾ പോലീസ് അവളോട് ചോദിച്ചു, നിനക്കും കൂടെ പോയി ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന്. അവൾ പറഞ്ഞത് അവൾക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാനേ ഇഷ്ടമല്ല എന്ന്, തനിയെ താമസിച്ചാൽ മതിയെന്ന്. അതോടെ കൊച്ചിനെ എനിക്ക് കിട്ടി. ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ? നോ വേ. ഇതിൽ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ വീട്ടിലിരിക്കേണ്ടി വരും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആക്കാനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഇതെന്താ? മരുത്വ പഞ്ചജീരക ഗുഡം ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു, അതും ചുരുങ്ങിയ കാലം കൊണ്ട്. പരിശുദ്ധമായ പശുവിൻ പാലിനും നെയ്ക്കുമൊപ്പം ശുദ്ധീകരിച്ച ചിത്രകവും ചേർത്ത് നിർമ്മിച്ച മരുത്വ പഞ്ചജീരക ഗുഡം, സ്ത്രീകളുടെ ആത്മവിശ്വാസം. ഇപ്പോൾ അവൾ എവിടെ? നിന്റെ ഭാര്യ? ആർക്കറിയാം? എൻ്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ അല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ അല്ല. ഇങ്ങനെ നീ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ കൊച്ചിനെ ആര് നോക്കും? അമ്മ പിണക്കത്തില്ലല്ലേ? ഓ, അമ്മ നോക്കത്തില്ലെന്നാണ് വിചാരിച്ചേ. എൻ്റെ കൊച്ചല്ലല്ല, പക്ഷെ അവൾ പോയേ പിന്നെ അമ്മ അവനെ പൊന്നുപോലെ നോക്കണുണ്ട്. വിചിത്ര ജീവികൾ. കൊച്ചിനെ നന്നായി നോക്കണം, അതാണിപ്പോൾ ആഗ്രഹം. അവളെ പിടിച്ചു നിർത്തിയിട്ടൊന്നും കാര്യമില്ല. എന്നായാലും അവൾ പോകും. എന്തായാലും നിന്നിലൊരു വിശ്വാസമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ കുഞ്ഞിനെ തന്നിട്ട് പോയത്. അത് പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞൊന്ന് നോക്കി. കണ്ണുകളിൽ കൂടുതൽ തിളക്കം. അടുത്ത ദിവസവും സാനി വന്നു, വിളിച്ചില്ലെങ്കിലും. ഞാൻ വിളിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ? ഇന്ന് ആശുപത്രിയിൽ പോകണ്ട, ഇനി ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം. സാനി മടിച്ച് തിരിച്ചുപോയി. 3 ദിവസം കൊണ്ട് തന്നെ സാനിയോട് വലിയ അടുപ്പം തോന്നിയിരുന്നു. ഗതികെട്ട മനുഷ്യരോട് തോന്നുന്ന ഒരു ഇഷ്ടം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഗതി കെട്ടവരല്ലേ എല്ലാവരും. പിന്നെ ഉടനെ ഒന്നും വിളിക്കേണ്ടി വന്നില്ല. ഇടയ്ക്ക് അവൻ വിളിക്കും, ചേച്ചി ഓട്ടമൊന്നുമില്ലേ? നല്ല വിശേഷം വല്ലതുമുണ്ടോ? കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും ഏറ്റേറ്റ് മരം മാത്രമല്ലാതായി. വേറെ എന്താണെന്ന് പറയാനും അറിയാതെ മരം ദൈവത്തെ പോലെ ഉയർന്നു നിന്നു. സാനി വിളിക്കാതായി. സാനിയെ ഞാൻ മറന്നു. അന്നൊരു വാർത്തയറിഞ്ഞ് ആകെ ആടി ഉലഞ്ഞുപോയി. മരത്തിലെ കിളിക്കൂടുകൾ പെരുംകാറ്റിൽ തെറിച്ച് താഴെ വീണു. മുട്ടകൾ പൊട്ടിയൊലിച്ചു. ജീവൻ പിടഞ്ഞു. കായലിൻ്റെ തീരത്ത് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ വാക്തർക്കം. അത് കത്തിക്കുത്തിലും ഒരാളുടെ മരണത്തിലും അവസാനിച്ചു. ഒരാളെ കുത്തിക്കൊന്ന് പോലീസിന് കീഴടങ്ങിയ പ്രതിയുടെ പേര് സാനി. കിലുക്കാംപെട്ടിയും കളിത്തോക്കും.
എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? നിനക്ക് നാണമില്ലേടാ? കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരുത്തി എവിടുന്നോ ഉണ്ടാക്കി കൊണ്ടുവന്ന കൊച്ചിനെയും കൊണ്ട് അപ്പാന്ന് വിളിപ്പിച്ച് നടക്കുന്നു. മദ്യത്തിൽ കുതിർന്ന ശബ്ദം. എൻ്റെ കൊച്ചിനെ മാത്രം പറഞ്ഞേക്കരുത്. നിൻ്റെ കൊച്ചോ? തന്ത വേറെ, എന്നാ പെണ്ണുണ്ടോ കൂടെ? എന്നാൽ അവൾ നമ്മളെയൊക്കെ മൈൻഡ് ചെയ്തോ? അതുമില്ല. ഞെളിഞ്ഞിരുന്ന് കള്ളു കുടിക്കാൻ എന്താടാ നിനക്ക് യോഗ്യത? കൊച്ചു പെണ്ണായിരുന്നേലെ ചില്ലറയെങ്കിലും തടഞ്ഞേനെ. ഇതിപ്പോൾ അതുമില്ല. ആഭാസച്ചിരി. സാനി എണീറ്റു. ഓട്ടോയിൽ കിടന്ന ഒരു കത്തി കയ്യിലെടുത്തു. ഇപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ പറയടാ. തന്തയില്ലാത്ത നിൻ്റെ ഒരു കൊച്ച്. പറഞ്ഞു തീർന്നില്ല. പറഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് തന്നെ സാനി കൈ വിറക്കാതെ കത്തി കയറ്റി. ഉന്നം കൃത്യം. കൂടെയുണ്ടായിരുന്ന 2 പേർ പേടിച്ചോടി. എല്ലാം ഒരു നിമിഷം കൊണ്ട്. ഓടുന്നതിനിടയിൽ ഒരുത്തൻ ചോദിച്ചു, എന്താടാ ഈ കാണിച്ചത്? എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? ചാവണം, അവൻ ചത്തേ പറ്റൂ, അവൻ ചാവാനുള്ളതാണ്. പോലീസ് കൊണ്ടുപോകുമ്പോൾ അവന് ഒരു വിഷമവും തോന്നിയില്ല. മുട്ടകൾ നഷ്ടപ്പെട്ട കിളികൾ ദൂരേക്ക് പറക്കുന്നു. ആകാശ സൂചകങ്ങളിൽ കൂടി മരം ഒപ്പം പറക്കുന്നു. വീട് തിരക്കിപ്പോയി. ആ കുഞ്ഞിനെ ഒന്ന് കാണണം. ഏറെ പ്രായമായ അമ്മുമ്മയുടെ കൂടെ ആ കൊച്ചുകുട്ടി എങ്ങനെ ജീവിക്കും? കണ്ടിട്ടില്ലെങ്കിലും സാനി പറയുന്നത് കേട്ട് ഇഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാണ്. കണ്ണിൽ നിന്നും മായാതെ ഒരു കിലുക്കാമ്പെട്ടിയും കളിത്തോക്കും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ശത്രുവായ കൊലപാതകിയുടെ വീട്ടിൽ ആരാണ് അന്വേഷിച്ചു പോകുക? സാനിയുടെ അമ്മ തൻ്റെ പേരക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ആരാ? ഇടയ്ക്ക് സാനിയുടെ വണ്ടി വിളിക്കാറുണ്ട്. വിവരമറിഞ്ഞ് വന്നതാണ്. ഓ, അവർ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും അവരുടെ ഉത്തരം എന്നറിയാനായി ചോദിച്ചു. ഇത് സാനിയുടെ കുഞ്ഞാണോ? അതെ, സാനിയുടെ കുഞ്ഞ്, എൻ്റെ പേരക്കുട്ടി. പണം നിറച്ച ഒരു കവർ നീട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, കയ്യിൽ വെച്ചോളൂ, സാനിക്ക് ഞാൻ കൊടുക്കാനുള്ളതിൽ കുറച്ചാണ്. അവർ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മടിയില്ലാതെ അത് വാങ്ങിച്ചു. അവർ അടുത്തേക്ക് വന്ന് കൈപിടിച്ചു. പ്രതീക്ഷയോടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, തൂക്കിക്കൊല്ലില്ലായിരിക്കും അല്ലേ? കുറച്ച് വർഷത്തെ ജയിൽവാസമാണെങ്കിൽ ഞാൻ ചാവും മുമ്പ് ഇറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? കൊച്ചിനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ അത് കഴിയുമ്പോൾ. അതുകൊണ്ടാ. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രാഖി വിളിച്ചു, പ്രസാദേട്ടൻ എത്തി, ചേച്ചിയെ അന്വേഷിക്കുന്നു. ഞാനിതാ അങ്ങോട്ടെത്തി. പ്രസാദ് മുന്നിലുണ്ട്. നാളെയല്ലേ നമ്മൾ ഒരുമിച്ച് ഡോക്ടറെ കാണേണ്ടത്? പ്രസാദ് ചോദിച്ചു. ഇനി നമുക്ക് ഡോക്ടറെ കാണാൻ പോകണ്ട. കുട്ടി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ചികിത്സ ചെയ്ത് മടുത്തു. പ്രസാദ് ഇതേ കാര്യം പറയുമ്പോൾ അനില ബഹളം വയ്ക്കാറുണ്ട്. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ തീരുമാനം. ആ മാറ്റം കണ്ട് പ്രസാദ് അത്ഭുതപ്പെട്ടു. ഒരിക്കൽ പോലും കായ്ക്കാത്ത മരത്തിൽ ഒരിക്കലുമില്ലാതെ എണ്ണിയാൽ തീരാത്തയത്ര കായ്കൾ പെട്ടെന്നങ്ങ് കായ്ച്ചു. അതറിയാതെ കടക്കൽ വെച്ച് വെട്ടാൻ മഴുവുമായി ഒരാൾ വരുന്നത് മരം കണ്ടു. തൻ്റെ നേർക്ക് വരുന്ന ശൂലമുന പേടിച്ച് ഒരു മുഴുഗർഭിണി പൊട്ടിയ പനീർക്കുടത്തിലെ അകനീർ തുടയിലൂടെ ഒഴുക്കി നിർത്താതെ ഓടുന്ന പോലെ ഉൾനീരൊലിപ്പിച്ച് മരവും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു.